ഐൻസ്റ്റീൻ പറഞ്ഞത് മണ്ടത്തിലാണ്. ഐൻസ്റ്റീൻ പറഞ്ഞത് അവിടെ ടൈം ഉണ്ടെന്ന്, അവിടെയും ടൈം ഉണ്ടെന്ന് പറഞ്ഞത്, ടൈമിലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് സ്പീഡ് സഞ്ചരിക്കാൻ പറ്റാത്തത്. സ്പേസ് എക്സിന്റെ എലോൺ മാസ്ക് 150 ടൺ ഭാരമുള്ള ഒരു റോക്കറ്റ് വിക്ഷേപിച്ചു. അതായത് സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞ റോക്കറ്റ് വിക്ഷേപിച്ചു. അതിന് അയാൾ ഉപയോഗിച്ചത് 36 റാപ്റ്റർ എഞ്ചിന്റെ ആക്സലറേഷനാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് ഒരു നിമിഷം നേരം കൊണ്ട് എത്താമെന്ന് പറയുന്നുണ്ട്. ഒരു നിമിഷമാണ്, ഒരു സെക്കൻഡാണ്, അത് സാർ പറയണം. 1.5 സെക്കൻഡ്. അത് ഭൂമിയുടെ മാസ് ഫീൽ ചെയ്യാത്ത എന്താ കാരണം എന്ന് വെച്ചാൽ സെൻട്രലൈസ് ചെയ്ത് നിൽക്കണം മെറ്റീരിയൽ. ഭൂമി എന്ന് പറഞ്ഞ മെറ്റീരിയൽ എന്ന് ആലോചിക്കുക, ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയും അറ്റ്ലാന്റിക് ഓഷനും ഇന്ത്യൻ മഹാസമുദ്രവും അവറസ്റ്റും ഇതെല്ലാം കൂടി മെറ്റീരിയൽ. സ്ത്രീകൾക്കാണ് പ്രശ്നമെന്ന് പറഞ്ഞത്. സ്ത്രീകൾക്ക്, അതായത് ഗർഭത്തിലിരിക്കുന്ന ഒരു ശിശുവിനെ, ആ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ ആ സ്ത്രീക്ക് അതിന്റെ മാസ് ഫീൽ ചെയ്യുന്നില്ല. ആ മാസ് ഫീൽ ആ കുട്ടിയേറ്റ ഗർഭത്തിൽ വെച്ച് മരിച്ചപ്പെട്ട മാസ് ഫീൽ ചെയ്യും, കുട്ടിയെ പുറത്തെടുക്കേണ്ടി വരും. നമസ്കാരം. ഭൂമിയിലെ കണ്ടുപിടുത്തങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട്. ഓരോരുത്തരും പല കണ്ടുപിടുത്തങ്ങളും നടത്തി വരുന്നു. ഇന്ന് നമ്മുടെ തൃശ്ശൂരിലുള്ള മിസ്റ്റർ ബേബി പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കണ്ടുപിടുത്തങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സാർ, ഈ ഇൻ്റർവ്യൂവിലേക്ക് താങ്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. മാസ് എങ്ങനെയാണ് 0 ആകുന്നത്? സാർ പറഞ്ഞിരുന്നു മാസ് 0 ആണെന്നുള്ളത്. അതെങ്ങനെയാണെന്ന് സാറിന് ഒന്ന് തെളിയിക്കാൻ പറ്റും? ഞാനത് 4 കാര്യങ്ങളാണ് ഈ ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കണമെങ്കിൽ, മാസ് 0 ആക്കിയിട്ട് സഞ്ചരിക്കണമെങ്കിൽ 4 കാര്യങ്ങളാണ് നമ്മൾ തടസ്സം നിൽക്കുന്നത്. അതിൽ ഐൻസ്റ്റീൻ്റെ ഗ്രാവിറ്റി തിയറി 4th ഡയമെൻഷൻ ടൈമും ആണെന്ന് പറഞ്ഞതാണ് തടസ്സം നിൽക്കുന്നത്. അതുപോലെ ന്യൂട്ടന്റെ സെക്കൻഡ് മോഷനും 3rd മോഷനും ആണ് അങ്ങനെ ഈ 4 കാര്യങ്ങളാണ് ഈ ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കാൻ തടസ്സം നിൽക്കുന്നത്. അത് മാസ് 0 ആക്കിയാൽ ഈ 4 തടസ്സങ്ങളും മറികടക്കാൻ പറ്റും. അപ്പൊ ഞാൻ 4 തടസ്സങ്ങൾ എന്താണെന്ന് പറയാം. ഫസ്റ്റ് പറയുന്നത് 4th ഡയമെൻഷൻ ടൈം ആണെന്നുള്ളതാണ്. ഐൻസ്റ്റീൻ പറഞ്ഞത് 4ാം ഡയമെൻഷൻ ടൈമാണ്. അതായത് 3 ഡയമെൻഷനാണ് നമുക്കുള്ളത്. അതായത് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, അങ്ങനെ 3 ഡയമെൻഷൻ. അത് ഔട്ടർ സ്പേസിൽ ഈ ഡയമെൻഷനാണ് നിലനിൽക്കുന്നത്. ഭൂമിയിലെ അന്തരീക്ഷത്തിന്റെ ഉള്ളില് ഒരു ഡയമെൻഷൻ കൂടി ഉണ്ട്. അത് 4th ഡയമെൻഷൻ നിൽക്കുന്നത് ശരിയാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. പക്ഷെ ഔട്ടർ സ്പേസിൽ 4th ഡയമെൻഷൻ ഇല്ല, അവിടെ സമയമില്ല. ഈ സമയത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് അത് ഇത്ര ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന് ഉദാഹരണം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ അമേരിക്കയിലേക്ക് നമ്മൾ കേരളത്തിൽ നിന്നൊരു 24 മണിക്കൂർ എടുത്ത് സഞ്ചരിക്കുന്നു. അപ്പോൾ ആ സഞ്ചരിക്കുന്ന ടൈമിനെയാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് അത് 4th ഡയമെൻഷൻ ടൈമാണെന്ന് പറഞ്ഞത്. അതുപോലെ നമ്മൾ കേരളത്തിൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു കാറിലേക്ക് സഞ്ചരിക്കുന്നു. അതിനെ എടുക്കുന്ന ടൈമിനെയാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് 4th ഡയമെൻഷൻ ടൈമാണെന്ന്. അപ്പോൾ നമുക്ക് ടൈമിലൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്പീഡ് കൂട്ടാൻ പറ്റില്ല. സ്പീഡ് കൂട്ടണമെങ്കിൽ ടൈം പാടില്ല എന്നുള്ളതാണ് നിയമം. അതിന് വേണ്ടിയിട്ടാണ് ഔട്ടർ സ്പേസിൽ ഈ 4th ഡയമെൻഷൻ വർക്ക് ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ ഗ്രാവിറ്റി തിയറി, ഐൻസ്റ്റീൻ്റെ ഗ്രാവിറ്റി തിയറി പറയുന്നത്, അതായത് സൂര്യന്റെ മാസ് കാരണം, സൂര്യന്റെ മാസ് എന്ന് പറയുന്നത് 2 × 10⁻30 സൂര്യന്റെ മാസ്. ഈ മാസ് കാരണം സ്പേസ് ടൈം കർവേച്ചർ ഉണ്ടാക്കുന്നതാണ് ന്യൂട്ടൺ പറയുന്നത്. അതായത് ഐൻസ്റ്റീൻ പറഞ്ഞത് സ്പേസ് വളയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന പ്ലാനറ്റ്സ് ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതിനാണ് ഗ്രാവിറ്റി എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1919 ഒരു ഗ്രഹണം നടന്നപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് ശരിയാണ്, സമ്മതിച്ചിട്ടുണ്ട്. അതായത് പ്രകാശം വളഞ്ഞു വന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആ പ്രകാശം വളഞ്ഞു വന്ന മാസ് 0 ആണ്. പിന്നെ എങ്ങനെ പ്രകാശം വളഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ആ മാസ് 0 ആക്കി ഞാൻ അവിടെ കാണിക്കാം. അപ്പൊ ആ മാസ് 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റും. മാസുള്ള ഒരു വസ്തുവിനെ ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റില്ല എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. ശരിയാണ്, മാസുള്ള ഒരു വസ്തു സഞ്ചരിക്കാൻ പറ്റില്ല. മാസുള്ള ഒരു വസ്തു സഞ്ചരിച്ചാൽ എന്താ പ്രശ്നം? മാസുള്ള ഒരു വസ്തു സഞ്ചരിച്ച് അതിന്റെ മാസ് ഇൻഫിനിറ്റി ആവും. അപ്പൊ ഇൻഫിനിറ്റി എനർജി വേണം. ഇൻഫിനിറ്റി എനർജി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ലൈറ്റ് സ്പീഡ് സഞ്ചരിക്കാൻ പറ്റില്ല. പക്ഷെ അതിനൊരു ഇതായിട്ടൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ വോയേജർ 1, 2 സഞ്ചരിക്കുന്നുണ്ട്, നമ്മുടെ ഔട്ടർ സ്പേസിലൂടെ സഞ്ചരിക്കുന്നത്. അതിന് സ്പീഡ് കൂടുന്നില്ല. നമ്മൾ പറയുന്നത് ഈ ഔട്ടർ സ്പേസിൽ 4th ഡയമെൻഷൻ ഇല്ലെങ്കിൽ അതിന് സ്പീഡ് കൂടണ്ട എന്നൊരു ചോദ്യമുണ്ട്. അതിനൊരു ഉത്തരമാണ്, അതായത് മാസ് ഉണ്ട്, വോയേജറിന് മാസ് ഉണ്ട്. അതുകൊണ്ട് മാസിന് ഒരു സാധനത്തിന് ലൈറ്റ് സ്പീഡ് സഞ്ചരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വോയേജറിന് സഞ്ചരിക്കാൻ പറ്റാത്തത്. ന്യൂട്ടന്റെ സെക്കൻഡ് മോഷനെ കുറിച്ച് തെറ്റുകളുണ്ടെന്ന് സാർ പറയുന്നു. എന്താണ് സാറിന് അതിലെ തെറ്റുകൾ, അല്ലെങ്കിൽ എന്താണ് ജനങ്ങളോട് താങ്കൾക്ക് പറയാനുള്ളതെന്നൊന്ന് വിശദീകരിക്കാം. ന്യൂട്ടന്റെ സെക്കൻഡ് മോഷൻ തെറ്റെന്നല്ല പറയുന്നത്, അത് മറികടക്കണം. ന്യൂട്ടന്റെ സെക്കൻഡ് മോഷൻ നമ്മൾ വെച്ചിട്ട് ചെയ്യുന്നത്, ന്യൂട്ടന്റെ സെക്കൻഡ് മോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ F=m, ഫോഴ്സ് മാസിന്റെ ആക്സലറേഷൻ എന്നാണ്. അതായത് മാസ് കൂടുമ്പോൾ ആക്സലറേഷൻ കൂട്ടണമെന്നാണ് ന്യൂട്ടന്റെ സെക്കൻഡ് മോഷൻ. അതായത് നമുക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആക്സലറേഷൻ, ലോറി ഓടിക്കാൻ പറ്റില്ല, ആക്സലറേഷൻ കൂടുതൽ വേണം. നമ്മൾ ഇന്ത്യക്കാർ വിക്ഷേപിച്ചത് SLV റോക്കറ്റാണ് ആദ്യം വിക്ഷേപിച്ചത്.
അത് വിക്ഷേപിച്ച ആക്സലറേഷൻ കൊണ്ട് GSLV-3 വിക്ഷേപിക്കാൻ പറ്റില്ല, കൂടുതൽ ആക്സലറേഷൻ വേണം. അപ്പോൾ ന്യൂട്ടന്റെ ഈ സെക്കൻഡ് മോഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യാവുന്നതിന്റെ മാക്സിമം ആണ് നമ്മൾ ചെയ്തത്. അത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്പേസ് എക്സിന്റെ എലോൺ മാസ്ക് 150 ടൺ ഭാരമുള്ള ഒരു റോക്കറ്റ് വിക്ഷേപിച്ചു, അതായത് സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞ റോക്കറ്റ് വിക്ഷേപിച്ചു. അതിന് അയാൾ ഉപയോഗിച്ചത് 36 റാപ്റ്റർ എഞ്ചിന്റെ ആക്സലറേഷൻ ആണ്. അപ്പൊ അത് ഇനി നമ്മളത് കൂട്ടുകയാണെങ്കിൽ എത്ര ആക്സലറേഷൻ, 10,000 കൂടി ചലിപ്പിക്കണമെങ്കിൽ എത്ര ആക്സലറേഷൻ കൂട്ടണമെന്ന് ആലോചിച്ച് നോക്കി. നടക്കുന്ന കാര്യമില്ല, ലക്ഷക്കണക്കിന് എഞ്ചിൻ വേണം. അപ്പൊ അതിന്റെ മാക്സിമം നമ്മളിത് കാണിച്ചത്. ഈ ന്യൂട്ടൺ എലോൺ മസ്ക് കാണിച്ചത് അതിന്റെ മാക്സിമം 150 ടൺ ഉയർത്താൻ പറ്റിയതാണ് മാക്സിമം. അത് വിട്ടിട്ട് പറ്റില്ല, ഇനി നമുക്ക് അത് മറികടക്കാൻ പറ്റില്ല, വേറെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് തടസ്സം നിൽക്കുന്നത്. ന്യൂട്ടന്റെ തേർഡ് മോഷൻ, അതിനെ കുറിച്ചിട്ട് താങ്കൾ എന്താണ് പറയും? ന്യൂട്ടന്റെ തേർഡ് മോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആക്ഷനും ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ ഉണ്ടാവുന്നതാണ് ന്യൂട്ടന്റെ തേർഡ് മോഷൻ. ഈ തേർഡ് മോഷനിൽ ഇത് പറയുന്നത് എല്ലാത്തിനും ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. നമുക്ക് റോക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ അതിന്റെ അടിയിലേക്ക് തള്ളുന്ന ആ റിയാക്ഷൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ സൂര്യനിലെ ഫ്യൂഷൻ ഉണ്ടായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ 8.5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഭൂമിയിൽ എത്തുന്നത്. അതായത് ഹാബിറ്റബിൾ സോണിൽ ജീവൻ നിലനിൽക്കുന്നുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹാബിറ്റബിൾ സോണിൽ 3 പ്ലാനറ്റ് ആണുള്ളത്. അത് ഇന്നർ ബോർഡറിൽ വീനസും ഔട്ടർ ബോർഡറിൽ മാർസും ആണ്. സെൻട്രലാണ് എർത്ത്. ഈ എർത്തിലേക്കാണ് 8.5 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ എത്തുന്നത്. അപ്പൊ ന്യൂട്ടൺ പറഞ്ഞിട്ടില്ല ഓപ്പോസിറ്റ് റിയാക്ഷൻ മാസാവും. ന്യൂട്ടൺ പറഞ്ഞിട്ടില്ല ഈ 8.5 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഭൂമിയിൽ എത്തുന്ന ഈ എനർജി മാസമായിട്ട് മാറാണ്. മാസമായിട്ട് മാറുന്ന പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആണ്. ലോകം മുഴുവൻ പറയുന്നത് വേറെ രീതിയിലാണ് പറയുന്നത്. ഞാനിത് പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എനിക്ക് റോക്കറ്റ് അല്ല, എനിക്ക് ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇന്ധനം റീസൈക്കിൾ ചെയ്യണമെന്നത് മസ്റ്റാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വേറെ ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു, ഞാനൊരു ഐഡിയ കൊണ്ടുവരികയാണ്. അതായത് ഈ ഓപ്പോസിറ്റ് റിയാക്ഷൻ മാസമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ബയോളജി, ഭൂമിയിലാണ് മാത്രമാണ് ബയോളജി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുള്ളൂ. വേറെ സ്ഥലത്തിൽ ഇത്ര പഴക്കായിട്ട് ബയോളജി വേറെ ഇവിടെ ഇല്ല, വേറെ ഗ്രഹത്തിലൊന്നുമില്ല, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ 5.5 മില്യൺ സ്പീഷീസ് കരയിലുണ്ട്. സുവോളജി ബോട്ടണി ബയോളജിയാണ്. അതിൽ 2.2 മില്യൺ സ്പീഷീസ് സുവോളജി കടലിലുണ്ട്. ബോട്ടണി കരയിലുണ്ട്, കടലിലുണ്ട്. അത് സോളിഡ് ആയിട്ടുള്ളത് ലിക്വിഡ് ആയിട്ട് മാറി ഗ്യാസ് ആയിട്ട് മാറുന്ന ഒരു പ്രക്രിയയാണ് ഭൂമിയിൽ നടക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇതിനൊരു ഐഡിയ വെച്ച് നമ്മൾ ഏകദേശം രൂപം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ISRO നമ്മളിപ്പോ ഈ ഉപഗ്രഹത്തില് വിത്ത് മുളപ്പിക്കാന്നുള്ള ഐഡിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യം. വിത്ത് മുളപ്പിക്കാൻ പറ്റുന്ന നമുക്ക് അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സംവിധാനം ആലോചിക്കാം. അപ്പൊ അതിന്റെ ഒരു ബിഗിനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതെങ്ങനെ ഇത് സൂര്യനിലേക്ക് എത്തുന്നു എല്ലാവരും ചോദിക്കുന്നത്. അതായത് അതിനുവേണ്ടി ഞാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചത് ബർമൂഡ ട്രയാങ്കിള് ഇന്നർ കോറിലേക്കുള്ള ഒരു ഹോളാണെന്ന് ചോദിക്കുന്നതാണ് ഞാൻ. അങ്ങനെയാണെന്ന് പറയില്ല, കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ വെള്ളമാണ് വാൽവായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇന്നർ കോറിൽ ഗ്യാസ് മെച്ചൂർഡ് ആയി കഴിഞ്ഞാൽ വെള്ളത്തെ അള്ളിമാറ്റി ഗ്യാസ് പുറത്തു വരും. ഈ ഗ്യാസ് സൂര്യനിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓപ്പോസിറ്റ് റിയാക്ഷൻ മാസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് റീസൈക്കിൾ ചെയ്യാം, ഇന്ധനം റീസൈക്കിൾ ചെയ്യാം. എന്നാലോചിച്ച് നോക്കിയാൽ ചെയ്തുകൂടെ? അങ്ങനെയുള്ള വഴി നമ്മൾ ആലോചിച്ച് നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കാനായിട്ട് ഒരുപാട് വഴികൾ നടക്കുന്നുണ്ട്, പലരും നടത്തുന്നുണ്ട്. അതായത് മിഖേൽ അൽകുബേറിന്റെ വാർബ്രേഷൻ എന്ന് പറഞ്ഞ സെക്കൻഡ് ടെക്നോളജി ഏറ്റവും ഡെവലപ്പായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിൽ വരെ എനർജി അങ്ങനെ കൊണ്ടുവരുന്നുള്ളത് ഇപ്പോഴും ആലോചിച്ചിട്ടില്ല, ഒന്നും ശരിയായിട്ടില്ല. അപ്പൊ അത് ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു ഐഡിയ അഡാപ്റ്റ് ചെയ്യുന്നില്ല എന്ന് തെറ്റുള്ളത്. ഭൂമി തിരിയുന്നതിന് ആവശ്യമായിട്ടുള്ള ഊർജം നമുക്ക് പറഞ്ഞിരിക്കുന്നത് 1000 കോടി വർഷമാണ്. അതിൽ 450 കോടി വർഷം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി 550 കോടി വർഷമേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് സാറ് പറയുന്നത് അതല്ല, അതിൽ ഊർജം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും, അതങ്ങനെ കുറഞ്ഞു പോകുന്ന ഒന്നല്ല എന്നാ പറയുന്നത്. അതപ്പോൾ എങ്ങനെയാണ് സാർ അത് പറയുന്നത്? അതായത് സൂര്യൻ 450 കോടി വർഷം തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് വിത്തൗട്ട് ലോസ് ആണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മോഡേൺ സയൻസ് പറയുന്നത്. അപ്പൊ 450 കോടി ഒരു സെക്കൻഡ് 620 മില്യൺ മെട്രിക് ടൺ ഹൈഡ്രജൻ ആണ് ഒരു സെക്കൻഡ് ഹീലിയം-3 ആയിട്ട് മാറുന്നത് സൂര്യനില്. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 450 കോടി വർഷം തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 450 കോടി വർഷത്തിൽ എത്ര സെക്കൻഡ്സ് ഉണ്ടോ നോക്കിയിട്ട് അതിന് 620 മില്യൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ഹൈഡ്രജൻ ലോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ അത് എങ്ങനെയാണ് അതിനെ ചെയ്തിട്ടൊക്കെ വഴികൾ എന്റെ കയ്യിലുണ്ട്. ഞാനത് കണക്കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് ഒരു നിമിഷ നേരം കൊണ്ട് എത്താമെന്ന് പറയുന്നുണ്ട്. ഒരു നിമിഷമാണ്, ഒരു സെക്കൻഡാണ്, അത് സാർ പറയണം. 1.5 സെക്കൻഡ്. അത് എങ്ങനെയാണ് പറ്റുന്നത്? അതായത് ഭൂമിയുടെ ഉള്ളില് നമ്മൾ സഞ്ചരിക്കുന്നത് ഐൻസ്റ്റീന്റെ 4th ഡയമെൻഷൻ ടൈം ആണെന്നുള്ള ആ സിസ്റ്റം വെച്ചിട്ടാണ് ഭൂമിയുടെ ഉള്ളിൽ സഞ്ചരിക്കുന്നത്. അതിപ്പോൾ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാം.
അതായത് ഒരു ടൈമിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവാണ്. അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരു ഫ്ലൈറ്റിൽ പോകുന്നത് വിചാരിക്കുക, 24 മണിക്കൂർ 25 മണിക്കൂർ എടുത്തിട്ടാണ് അമേരിക്കയിൽ എത്തുന്നത്. അത്രയും ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈമിനെയാണ് ഫോർത്ത് ഡയമെൻഷൻ ടൈം എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞത്. ഐൻസ്റ്റീൻ പറഞ്ഞ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഐൻസ്റ്റീൻ പറഞ്ഞത് അവന് സഞ്ചരിക്കാൻ പറ്റില്ല. പക്ഷെ 400-450 കിലോമീറ്റർ കഴിഞ്ഞ ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലം കഴിഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ ഔട്ടർ സ്പേസ് ആണ്. ഔട്ടർ സ്പേസിൽ വാക്കമ്മടാണ്, അവിടെ ടൈം ഇല്ല. അപ്പൊ ഈ ഞാൻ പറയുന്ന ഒരു സെക്കൻഡ് 1.5 സെക്കൻഡ് ലൈറ്റ് സ്പീഡ് സഞ്ചരിക്കാൻ പറ്റുകയാണെങ്കിൽ 1.5 സെക്കൻഡ് ചന്ദ്രനിൽ എത്താൻ പറ്റും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 3,80,000 കിലോമീറ്റർ ആണ് ചന്ദ്രനിലേക്കുള്ളത്. ആ 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കും ലൈറ്റ് സ്പീഡ്. അപ്പൊ ലൈറ്റ് സ്പീഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ 1.5 സെക്കൻഡിൽ വേണ്ടോ? അതാണ് ഈ പറയുന്നത്. ഇപ്പോൾ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് മാസ് 0 ആക്കണം എന്ന് പറഞ്ഞു അല്ലെ. മാസ് 0 ആക്കണമെങ്കിൽ അത് സാർ തെളിയിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. സാർ അതൊന്ന് തെളിയിച്ച് കാണിച്ചു തരാമോ? അതായത് മാസ് 0 ആണെങ്കിൽ മാസും ഡിസ്റ്റൻസും റിലേറ്റിവിറ്റി ആണെന്നാണ് പറയുന്നത്. ഞാനത് കാണിച്ചു, അതിന് എക്സാമ്പിൾ കാണിച്ചു തരാം. ലിവറിന്റെ 3rd ഓർഡറിലാണ് മാസും ഡിസ്റ്റൻസും റിലേറ്റിവിറ്റി ആവുന്നത്. അതായത് ഒരു 250 ഗ്രാമിനെ നമുക്ക് 1 മീറ്റർ കൊണ്ട് ബാലൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ 1 കിലോനും ബാലൻസ് ചെയ്യണമെങ്കിൽ എത്ര മീറ്റർ വേണം? 250ന്റെ 4 ഇരട്ടി 1 കിലോ. അതേപോലെ 1ന്റെ 4 ഇരട്ടി 4. അപ്പൊ 4 മീറ്റർ ഉണ്ടെങ്കിൽ 1 കിലോനെ നമുക്ക് ബാലൻസ് ചെയ്ത് അതിന്റെ 0 ആക്കി നിർത്താൻ പറ്റും. അപ്പൊ 10,000 കോടി കിലോ ഉള്ള ഒരു വസ്തുവിനെ നമ്മൾ അതിന്റെ 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 10,000 കോടി ഇൻറ്റു 4, 40,000 കോടി മീറ്റർ ദൂരത്തേക്ക് ദൂരം ഉണ്ടെങ്കിൽ ഒരു 10,000 കോടി ഭാരത്തിന് 0 ആക്കാൻ പറ്റും. അത് ശാസ്ത്രീയമായിട്ട് നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈറ്റ് സ്പീഡിൽ സഞ്ചരിച്ചുകൂടെ? ലൈറ്റ് സ്പീഡ് മാസ് 0 ആക്കിക്കൂടെ? ന്യൂട്ടന്റെ ഈ സെക്കൻഡ് മോഷൻ മറികടന്നുകൂടെ? അതാണ് ഈ പറയുന്നത്. മാസ് 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റും. അതിനുള്ള വഴിയാണ് ഈ പറയുന്നത്. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞു സഞ്ചരിക്കാൻ മാസ് 0 ആക്കിയിട്ട് പറ്റുന്നു. പക്ഷെ ഇതിൽ നമ്മൾ പോകുന്ന ആളുകൾക്ക് ഒരു സ്പീഡ് നമുക്ക് എത്രത്തോളം ഒരു സ്പീഡ് നമുക്ക് പോകുന്ന ആളുകളിലേക്ക് അത് സ്പീഡ് അത് നമുക്ക് ചലിച്ചു നോക്കണ്ടേ? അതാണ് ക്വസ്റ്റ്യൻ. അതാണ് ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടാവും. പിന്നെ അപ്പൊ ഫ്ലൈറ്റിൽ പോകുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടാവും, ഒന്നും അറിയണില്ലല്ലോ, സ്പീഡ് നല്ല പോകുന്നത്. അതേപോലെ തോന്നുള്ളൂ. സ്പീഡ് എത്ര സ്പീഡ് കൂടി പ്രത്യേകിച്ച് ഒരു ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു നീളം വീതി എല്ലാം നമ്മൾ വെച്ച് നോക്കിയപ്പോ അത് തന്നെ ഒരു റോക്കറ്റിൽ പോകുന്ന ഒരാളായാലും ഔട്ടർ സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഇല്ലാതെ വെയിറ്റ് 0 ആവും. നമ്മള് ഇതിൽ ഫ്ലൈറ്റിൽ പോകുന്നത് നമ്മൾ ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള ഈ ഭൂമിയുടെ അന്തർഭാഗത്തോടെ പോകുന്നത്, ഭൂമിയുടെ ഇതിലൂടെ പോകുന്നത്, അന്തരീക്ഷത്തിലൂടെ പോകുന്നത്. അപ്പൊ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. അപ്പൊ നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നത് സഞ്ചരിച്ച് നോക്കാന്ന്. അതായത് റോക്കറ്റിൽ സഞ്ചരിച്ച വെയിറ്റ് ഫീൽ ചെയ്യില്ല, ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് മറ്റേ പറന്ന് നടക്കും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതേപോലെയാണെങ്കിൽ നമ്മൾ സഞ്ചരിച്ച് നോക്കുക. ആക്സലേഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് ജി ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഒരു സാധാരണ ഒരാൾക്ക് ഒരു 3 to 4 വരെ അനുഭവപ്പെടാം. ഓക്കെ, ഒരു കുറച്ചും കൂടി ആകുമ്പോൾ നമുക്ക് ഒരു റോക്കറ്റ് അല്ലെങ്കിൽ സ്പേസ് അങ്ങനെ വരുമ്പോൾ ഒരു മാക്സിമം 9 വരെയാണ് ജി ഫോഴ്സ് വരിക. അപ്പോൾ സാറ് പറയുന്ന വേഗത എന്ന് പറയുമ്പോൾ 1.5 സെക്കൻഡ്. അപ്പോൾ അതെങ്ങനെയാണ്? അതായത് അത്രയും വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇല്ലാതാവാന്നല്ല പറയാം, ഒരു തരി പോലും ഒരു കണിക പോലും നമുക്ക് പറ്റില്ല എന്നാണ് പറയുക. സാർ ഇപ്പോൾ തെളിയിക്കാം അല്ലെങ്കിൽ സാറിന് പറ്റും എന്ന് പറയുന്നു. അതെങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കും. അതായത് ഞാൻ പറയുന്നത് ഈ സോളാർ സിസ്റ്റം ഒരു പറക്കും തളികയാണ്. പറക്കും തളിയിൽ വലിയൊരു രൂപമാണ് സോളാർ സിസ്റ്റം. അതായത് ഈ സൂര്യനും ഭൂമി ഗ്രഹങ്ങളും കൂടി നിൽക്കുന്നത് റൂട്ട് ലെയേഴ്സ് എന്ന് പറഞ്ഞ ഒരു കവറിങ്ങിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. കവറിങ്ങിന്റെ ഉള്ളിൽ നിൽക്കുന്നത്. അതിന്റെ ഉള്ളിൽ നിന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഇതിന് മാസ് ഫീൽ ചെയ്യാത്തത്. അതായത് ഭൂമിയുടെ മാസ് ഫീൽ ചെയ്യാത്തത് എന്താ കാരണം എന്ന് വെച്ചാൽ സെൻട്രലൈസ് ചെയ്ത് നിൽക്കണം മെറ്റീരിയല്. ഭൂമി എന്ന് പറഞ്ഞ മെറ്റീരിയൽ എന്ന് ആലോചിക്കുക. ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയും അറ്റ്ലാന്റിക് ഓഷനും ഇന്ത്യൻ മഹാസമുദ്രവും എവറസ്റ്റും ഇതെല്ലാം കൂടി മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ സെൻട്രലൈസ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ക്ലൗഡ്സിന്റെ ലെയേഴ്സ് അതിന്റെ ഉള്ളിൽ ഗ്യാഷസ് ആണ്. ഇത് ഈ മെറ്റീരിയൽ സെൻട്രലൈസ് ചെയ്ത് നിൽക്കുന്നു കഴിഞ്ഞാൽ ഇത് ചോക്കുന്ന ആൾക്ക് ഈ മാസ് ഫീൽ ചെയ്യില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അത് സ്ത്രീകൾക്കാണ് ഇത് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് അതായത് ഗർഭത്തിലിരിക്കുന്ന ഒരു ശിശുവിനെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ ആ സ്ത്രീക്ക് അതിന്റെ മാസ് ഫീൽ ചെയ്യുന്നില്ല. ആ മാസ് ഫീൽ കുട്ടിയേറ്റ ഗർഭത്തിൽ വെച്ച് മരിച്ച പെട്ടെന്ന് മാസ് ഫീൽ ചെയ്യും, കുട്ടിയെ പുറത്തെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ ഇത് സെൻട്രലൈസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ സ്ത്രീക്ക് ഇത് മാസ് ഫീൽ ചെയ്യാത്തത്. അതേ അവസ്ഥയിലാണ് ഈ മെറ്റീരിയൽ സ്ഥിതി ചെയ്യുന്നത്. മാസ് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അവിടെ മാസ് ഫീൽ ചെയ്യാത്തൊരവസ്ഥയിൽ ഈ 149.6 മില്യൺ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റിലേക്ക് സൂര്യനിൽ നിന്ന് ഭൂമി മാറുമ്പോൾ ഇത് 2 ഭാരം 0 ആവും. 2 ഭാരം 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭൂമിയുടെ കൃത്രിമമായിട്ടൊരു അവസ്ഥ സൃഷ്ടിക്കാം. ഭൂമിയിലിരുന്ന് സഞ്ചരിക്കുന്ന പോലെ നമുക്ക് മിഷനിൽ സഞ്ചരിക്കാം. അപ്പൊ ഈ ഗ്രാവിറ്റി ഇതൊന്നും ഫോഴ്സ് ഒന്നും എഫക്ട് ചെയ്യില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാസ് ഇല്ലാത്ത സ്ഥലത്ത്
അപ്പൊ എങ്ങനെയാണ് ഗ്രാവിറ്റേഷൻ വരുന്നതെന്ന് പറയാൻ പറ്റുമോ? ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ വെറും 400 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമുക്ക് ഭൂമിയുടെ ഗ്രാവിറ്റി ഫീൽ ചെയ്യുള്ളൂ. അതിന്റെ പുറത്ത് ഔട്ടർ സ്പേസ് വാക്കംഡാണ്. അവിടെ ടൈമില്ല. അവിടെ ടൈമില്ല. ഐൻസ്റ്റീൻ പറഞ്ഞത് മണ്ടത്തിലാണ്. ഐൻസ്റ്റീൻ പറഞ്ഞത് അവിടെ ടൈം ഉണ്ടെന്ന്, അവിടെയും ടൈം ഉണ്ടെന്ന് പറഞ്ഞത്. ടൈമിലെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് സ്പീഡ് സഞ്ചരിക്കാൻ പറ്റാത്തത്. മാസ് സീറോ ആക്കിയിട്ട് നമ്മൾ വാക്കമിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ലൈറ്റ് സ്പീഡ് സഞ്ചരിക്കാൻ പറ്റും. സാർ ഇപ്പൊ ഇത് വിശദീകരിക്കുന്നു പറഞ്ഞു. ഇതിപ്പോ ഒരു വെയിറ്റിന്റെ ലിവറിന്റെ തേരോടാണ്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു സെൻറ്ററി ഇത് നിൽക്കുന്നത്, അപ്പോൾ ഒരു മാസ് 0 എന്ന് പറഞ്ഞിട്ടാണ് താഴെ പറയുന്നത്. പക്ഷേ ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് വിശദീകരിക്കാൻ പറ്റുന്നത് സാർ? ഇപ്പം ഈ ഒരു സ്പേസും ഈ ഒരു ഇതും എങ്ങനെയാണ് സാർ അത് വിശദീകരിക്കുന്നത്? ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 250 ഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പൂട്ട് 250 ഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ കടലാസ് വെച്ചിരിക്കുന്നത് ഇതിപ്പോ ഇവിടുന്ന് 1 മീറ്റർ ദൂരം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ 250 ഗ്രാമിന് നമ്മൾ 1 മീറ്റർ കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലിവറിന്റെ തേർഡ് ഓർഡർ ആണ്. ഇതൊരു വെറുതെ തമാശക്കളി അല്ല. ലിവറിന്റെ തേർഡ് ഓർഡർ. ലിവറിന്റെ തേർഡ് ഓർഡർ ഇവിടെ ഉണ്ട്. ലിവറിന്റെ തേർഡ് ഓർഡർ ഈ കാണുന്നതാണ് ലിവറിന്റെ തേർഡ് ഓർഡർ. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ലിവറിന്റെ ലിവറിന്റെ തേർഡ് ഒരു ഹ്യൂജ് രൂപമാണ് സ്പേസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതൊരു 1 കിലോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടലാസ് കൊണ്ട് എത്ര ദൂരത്തേക്ക് മാറ്റണം? 1 കിലോന്റെ 250 × 4 1000 കിലോഗ്രാം 1 കിലോ. അപ്പൊ അത് 4 മീറ്റർ ദൂരത്തേക്ക് അത് മാറ്റി കഴിഞ്ഞാൽ 1 കിലോ ഭാരം ഇങ്ങനെ തന്നെ നിൽക്കും. 0 ആയിട്ട് നിൽക്കും. ഇപ്പൊ ഇവിടെ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് കൂടി നെഗറ്റീവ് കൂടി 0. ലീനിയർ ലൈനിലാണ് 0 ആവുന്നത്. ലീനിയർ ലൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് കൂടി നെഗറ്റീവ് കൂടി 0, ഇവിടെ പോസിറ്റീവ് കൂടി നെഗറ്റീവ് 0. അപ്പൊ ഇവിടെ 10,000 കോടി കിലോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദൂരത്തേക്ക് മാറ്റണം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 10,000 കോടി × 4 40,000 കോടി മീറ്റർ ദൂരത്തേക്ക് ആ കടലാസ് കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ 10,000 കോടി ഈ ലീനിയർ ലൈനിൽ 0 ആയിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെയാണ് നിൽക്കുന്നത്. സൂര്യനും ഭൂമിയും പാരലായിട്ടാണ് പ്ലാനറ്റ്സ് ഒക്കെ നിൽക്കുന്നത്. അതായത് 58 മില്യൺ വീനസ്, മെർക്കുറി 110 മില്യൺ വീനസ്, 149.6 മില്യൺ എർത്ത്, 220 മില്യൺ മാർസ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെ പാരലായിട്ടാണ് നിൽക്കുന്നത്. കയറി പൊതിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇത്ര ദൂരത്തേക്ക് മാറ്റുമ്പോൾ അത് മാസ് 0 ആണ്. ആ സിസ്റ്റം ആർട്ടിഫിഷ്യലി കൺവേർട്ട് ചെയ്ത് നമുക്ക് മിഷനാക്കി മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സെന്റർ പോയിന്റ് ഇതില് ഇവിടെ 1000 കിലോ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യമില്ല. ഫൾക്രമിന്റെ ആവശ്യമില്ല. അതായത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂമി സെൻട്രലൈസ് ചെയ്ത് നിൽക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഗ്യാസസ് ആണ്. അതിന്റെ ഉള്ളില് ഇത് ലിഫ്റ്റ് ആവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അവിടെ ലിഫ്റ്റ് ആകുമ്പോൾ കൂടി ലിഫ്റ്റ് ആവും. ഇത് വെച്ചാൽ ഈ വടിയുടെ പകരം സൂര്യനും ഭൂമിയും ബന്ധിച്ചിരിക്കുന്നത് വടി കൊണ്ടാന്ന് എന്താന്ന് പറയും. ഒരിക്കലും അല്ല. എന്തുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നത്? എസ്കേപ്പ് വെലോസിറ്റി കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് 617.6 km/s ഭൂമി സൂര്യനെ പിടിച്ചു വലിക്കുകയാണ്. അപ്പൊ അത് ലഗ്രാഞ്ച് പോയിന്റ് ഗ്രാവിറ്റി ബ്രേക്ക് ചെയ്തുകൊണ്ട് കൂട്ടിമുട്ടാത്തത്. അപ്പൊ ഈ ലിവറിന്റെ പകരം എസ്കേപ്പ് വെലോസിറ്റി. ഇവിടെ ഈ കട്ട വെച്ചതിന് പകരം സൂര്യൻ, അവിടെ കടലാസ് വെച്ചതിന് പകരം അവിടെ ഭൂമി. ആ ഭൂമി എന്ന് പറയുന്നത് മെറ്റീരിയൽ മാസ് ഫീൽ ചെയ്യുന്നില്ല ഭൂമിയുടെ. ആ മാസ് 0 ആയിട്ട് കാണുന്നത്. അപ്പൊ അവിടെ ഈ ഡിസ്റ്റൻസ് കൊണ്ട് ഇത്രയും ഭാരത്തിനെ ഉയർത്താൻ പറ്റും. അതാണ് അതിന്റെ സയന്റിഫിക്കൽ വശം. അതാണ് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. പറയുന്നത് പ്രാന്തട മട്ടാണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ ആകെ ഇതിങ്ങനെ നിൽക്കുന്നത്, സൂര്യൻ നിൽക്കുന്നത്, സോളാർ സിസ്റ്റം നിൽക്കുന്നത് ഒരു പാർക്കിംഗ് കളിയായിട്ടാണ്. അതിന്റെ മിനിയേച്ചർ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറെ നക്ഷത്ര സ്റ്റാർസ് ഉണ്ടെങ്കിൽ അവർ ഇതിന് നമ്മളെക്കാൾ മുമ്പ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന വിചാരിക്കേണ്ടിയിരിക്കുന്നു. തെളിവൊന്നുമില്ല, ഒരു തെളിവില്ല. അത് ഉണ്ടാക്കിയെന്ന് നമ്മൾ വിചാരിക്കുക. ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് റോക്കറ്റ് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് കൗണ്ടർ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈറ്റ് സ്പീഡ് സഞ്ചരിക്കണം. ലൈറ്റ് സ്പീഡ് സഞ്ചരിക്കണമെങ്കിൽ വേറെ വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് കിടന്നോളൂ. ഞാനൊരു വഴി പറയുന്നു, അതിനോട് തെറ്റുള്ളത്. അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം തെളിയിച്ചു കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി നോക്കാം എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള വശങ്ങളിലൂടെ അത് കേട്ട് ആർക്കാണോ ആൾക്ക് സഹായിക്കാൻ പറ്റുക എന്നറിയില്ല. അത് അദ്ദേഹം തന്നെ പറയട്ടെ. എന്താണ് ആവശ്യം, അല്ലെങ്കിൽ ഇനി എന്താണ് മറ്റുള്ളവരോട് ഇനിയും പറയാനുള്ളത്, ജനങ്ങളിലേക്ക് ഇനി എത്തിക്കാനുള്ളത്, അല്ലെങ്കിൽ ആരെ കണ്ടാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന എല്ലാം ഒരു സഹായം ലഭിക്കുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ആൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സാർ പറഞ്ഞു. ഇത് ഇപ്പൊ ഓൾറെഡി ചലിപ്പിച്ച് കഴിഞ്ഞതാണ്. അതായത് ചലിപ്പിച്ചത് ഫോട്ടോൺസിനെയാണ് ചലിപ്പിച്ചത്. എൻഡാഗിൾഡ് ഫോട്ടോൺസ്. എൻഡാഗിൾഡ് പറഞ്ഞ മീഡിയം കൊണ്ട് കണക്ട് ചെയ്ത 2 എൻഡാഗിൾഡ് ഫോട്ടോൺസിനെ ലൈറ്റ് സ്പീഡിൽ ചലിപ്പിച്ചതാണ്. ഞാനല്ല. 2022 ഫിസിക്സിലെ നോബൽ പ്രൈസ് കിട്ടിയത് ജോൺ ക്ലോസർ, എലൻ ആസ്പെക്ട്, ആൻഡൻ സെലീഗർ. ഇതിൽ ആൻഡൻ സെലീഗറാണ് പുലി. ആൻഡൻ സെലീഗറാണ് ചെയ്തത് ഈ എൻഡാഗിൾഡ് ഫോട്ടോൺസിനെ ലൈറ്റ് സ്പീഡിൽ ചലിപ്പിച്ചത്. ആ എഫർട്ടിന് ഇത് എൻഡാഗിൾഡ് ഫോട്ടോൺസിന്റെ മാസ് 0 ആയിട്ട് നിൽക്കുന്നത്. ആ എഫർട്ടിനെ മതി ഈ ലൈറ്റ് സ്പീഡ് ഇതിനെ ചലിപ്പിക്കാനായിട്ട്, സോളാർ നമ്മൾ ഉണ്ടാക്കുന്ന മെഷീനെ ചലിപ്പിക്കാനായിട്ട്. അതാണ് പറയുന്നത്. അതത്രയും ആ എഫർട്ടിനെ മതി ഇത് ചലിപ്പിക്കാനും. അപ്പൊ നമുക്ക് ആൻഡൻ സെലീഗർ കാണേണ്ടി വരും. ആൻഡൻ സെലീഗറായിട്ട് സംസാരിക്കേണ്ടി വരും. എന്നാലും നമുക്ക് ആൻഡൻ സെലീഗറിനെ അറിയില്ല. മാസ് 0 ആണെന്നുള്ള കാര്യം ആൻഡൻ സെലീഗറിനെ അറിയില്ല. അല്ലെങ്കിൽ ചില ചലിപ്പിച്ചാൽ
ഇതൊക്കെ പറഞ്ഞത് ഇവരൊന്നല്ല, ആൻഷ്യൻ ന്യൂട്ടൺ ഒന്നല്ല. ഇതിന്റെ ലോകം കണ്ട ഏറ്റവും വലിയ ജീനിയസ് എന്ന് പറയുന്നത് ആർക്കമിഡീസ് ആണ്. ആർക്കമിഡീസ് ആണ് BC-യിലാണ് ആർക്കമിഡീസ് പറഞ്ഞത് ഗിവ് മി ലിവർ ആൻഡ് സ്പേസ് ഐ ക്യാൻ ഷേക്ക് ദ എർത്ത് എന്ന് വെറുതെ പറഞ്ഞല്ലോ. എന്താ അതിന്റെ അർത്ഥം? ഭൂമിക്ക് മാസില്ല എന്ന് അയാള് BC-യിലേക്ക് അറിയായിരുന്നു. അതുകൊണ്ട് അയാൾ പറഞ്ഞത് നിൽക്കാനൊരു ഇടവരും വഴി നിന്ന് കുത്തിമറിക്കാന്ന്. അപ്പൊ അത് നമ്മളൊരു പറഞ്ഞ പൊട്ടത്തരാന്നല്ലേ പറയുള്ളൂ. ഇത് ആർക്കമിഡീസ് ആണ് പറഞ്ഞത് ഗിവ് മി ലിവർ ആൻഡ് സ്പേസ് ഐ ക്യാൻ ഷേക്ക് ദ എർത്ത്. അതായത് ഒരു നിൽക്കാനൊരു വടിയോ ഒരു ലിവർ എന്ന് പറഞ്ഞാൽ ഭൂമിയെ കുത്തിമറിക്കാന്ന്. അയാൾക്ക് BC-യിൽ അറിയായിരുന്നു ഇത് മാസിൽസ് ആണ്, ഭൂമി മാസിൽസ് ആണ്. നമ്മൾ അയാളെ ഫോളോ ചെയ്തില്ല. നമ്മൾ ന്യൂട്ടൺ ഐൻസ്റ്റീനെ ഫോളോ ചെയ്തതുകൊണ്ട് നമ്മൾ ടൈപ്പ് 1 പോലും ആവാത്തത്. നമ്മൾ ആർക്കമിഡീസിനെ ഫോളോ ചെയ്ത് നമ്മളിപ്പോൾ ടൈപ്പ് 3 കടന്നു പോയേനെ. സൂര്യനിൽ 72 പോയിന്റ് സംതിങ് ഹൈഡ്രജൻ കൊള്ളുള്ളൂ എന്ന് സാറ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നു. അതെങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? സൂര്യന്റെ വോളിയം, സ്ഫിയറിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 4/3πr3 ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ട് സൂര്യന്റെ വോളിയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതായത് 4 × π, 4π എന്ന് പറഞ്ഞാൽ 3.14 is π. അതിന്റെ ഇതിന്റെ ആരം എന്ന് പറയുന്നത് 6,98,000 ആരം വരുന്നത്. അപ്പൊ 6 × 6 × ആ. അപ്പൊ ഈ 6,98,000 × 6,98,000 × 6,98,000/3 ഇത് കഴിച്ചാൽ അതിന്റെ വോളിയം കിട്ടും. അതിന് ഒരു സെക്കൻഡ് 620 ബില്യൺ മെട്രിക് ടൺ ഹൈഡ്രജൻ ആണ് ഒരു സെക്കൻഡ് ഹീലിയം 3 ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ 620 ബില്യൺ മെട്രിക് ഇതിന്റെ ഹൈഡ്രജൻ ഇതിനൊരു ഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സെക്കൻഡ് വർക്ക് ചെയ്യാനുള്ള ഹൈഡ്രജന് സൂര്യനുള്ളതെന്ന് കിട്ടും. അതിന് 3600 ഹരിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ ഹൈഡ്രജൻ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് 24 ഹരിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം വർക്ക് ചെയ്യാനുള്ള ഹൈഡ്രജൻ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് 365 ഹരിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം ഹൈഡ്രജൻ അതിന് കൊടുക്കുന്നു. അങ്ങനെ ഹരിച്ച് കിട്ടുന്നത് ഇതാണ് 72 പോയിന്റ് സംതിങ് ഇയേഴ്സ് ആണ് കിട്ടുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വേറെ ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നിങ്ങൾ എന്നിട്ട് സംസാരിക്കും. 25 വർഷമായി അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഭാവി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നോ അതിന് സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ സമയം നമുക്ക് ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി.